കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഈ OP ബഹിഷ്കരണം ഏത് തരത്തിൽ ബാധിക്കുന്നു? മോത്തി, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളെയും എന്ന പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും PG ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് OPയിലുള്ളത്. അപ്പോൾ ഇന്ന് PG ഡോക്ടർമാരും പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ അവസാന മണിക്കൂറിൽ സർക്കാർ ഇടപെട്ട് അതിൻ്റെ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിഷേധം PG ഡോക്ടർമാർ ഒഴിവാക്കിയതാണ്. ഇല്ലായിരുന്നുവെങ്കിൽ നിശ്ചലമായി പോയേനെ നമ്മുടെ ആരോഗ്യ സംവിധാനം എന്നുള്ളതാണ്. എന്തായാലും 4-ാം ദിവസത്തിലേക്ക് OP ബഹിഷ്കരണം കടന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്ന പരാതിയാണ് ഡോക്ടർമാർ പങ്കുവെക്കുന്നത്. അതിൽ നമ്മോടൊപ്പം ചികിത്സ തേടിയെത്തിയ ആളുകളൊക്കെ തന്നെ ചേരുന്നുണ്ട്. കൈക്ക് പൊട്ടിയിട്ട് കാണുന്നുണ്ട്, അതിനുവേണ്ടി വന്നതാണോ? അതെ, വയർ റിമൂവലിനാണ്. 6 ആഴ്ചയായി. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അന്നേരം ഡോക്ടർമാരുണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഇന്ന് വന്നതാണ്. പിന്നെ ഇവിടെ എത്തിയവരാണ് അറിയുന്നത് സമരമാണ്, ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കണ്ണൂരിൽ നിന്ന് KGM-CTM പ്രധാനപ്പെട്ട ഡോക്ടർമാർ പണിമുടക്കുന്നത് 4-ാം ദിവസമാണ് OP ബഹിഷ്കരിക്കുന്നത്. അതറിയില്ലായിരുന്നു. മുമ്പേ ഇങ്ങനെ സമരം ഉണ്ടെന്ന് ന്യൂസിലുണ്ടായിരുന്നു. പക്ഷേ 2 ആഴ്ച മുമ്പ് വന്നേരം ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. സമരമൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഞാൻ പിന്നെ ഒന്നും കണ്ടില്ല. അത് എവിടെയും ആരും ഒന്നും പറഞ്ഞില്ല. എന്താ ചെയ്യാന്നറിയില്ല. ഇന്ന് എടുക്കേണ്ട ദിവസമാണല്ലേ? അതെ, ഇത് 6 വീക്കായി. ഇപ്പോൾ ഇന്ന് റിമൂവ് ചെയ്തില്ല, എന്താണെന്ന് അറിയില്ല. ഇനി എന്താ ചെയ്യുക നോക്കട്ടെ, എന്താ ചെയ്യുക. ഡോക്ടേഴ്സ് ഉണ്ടോ നോക്കട്ടെ. PG ഡോക്ടർമാർ റിമൂവ് ചെയ്യുമെന്ന് അറിയില്ല. ഈ മുൻകൂട്ടി തീരുമാനിച്ച ശസ്ത്രക്രിയകൾ അതൊന്നും നടത്തില്ല എന്നാണ് തീരുമാനിച്ചത്. അതെയാ, വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. ഇത് ചെയ്തില്ല പിന്നെ ഇനി പ്രൈവറ്റ് പോയി കാണിക്കേണ്ടി വരും. എന്താണെന്നറിയില്ല. ഈ ചിലവൊക്കെ കാരണമാണല്ലോ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാത്തതും. ട്രീറ്റ്മെൻറ്റ് ബെറ്റർ ആയിരിക്കും, ചിലവ് കുറവാണെന്നുള്ളതിലാണ് മെഡിക്കൽ കോളേജുകളിലത്തെ വരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നോക്കട്ടെ, ഞാൻ ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കട്ടെ. അദ്ദേഹം തന്നെ കണ്ണൂരിൽ നിന്ന് വന്നതാണ്. കൈ പൊട്ടിയതിനെ തുടർന്നിട്ട വയർ അതിന്ന് നീക്കം ചെയ്യാം എന്ന് പറഞ്ഞ ദിവസമാണ്. ഇതെല്ലാം ഡോക്ടർമാരുണ്ടാകുമോ എന്ന് അറിയില്ല എന്നാണ്, അതായത് കാത്തിരിക്കുകയാണ്. എന്തായാലും ഡോക്ടർമാർ അറിയിച്ചത് പ്രകാരം മുൻകൂട്ടി തീരുമാനിച്ച ശസ്ത്രക്രിയകളൊന്നും തന്നെ നടത്തില്ല എന്നതാണ്. അടിയന്തരമായി വരുന്ന ശസ്ത്രക്രിയകൾ, ഒപ്പം കാഷ്വാലിറ്റി ഉള്ള പരിശോധന അടക്കം മാത്രമാണ് തുടരുക. PG വിദ്യാർത്ഥികളെ സംബന്ധിച്ച് KGM-CTI ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അധ്യാപനവും മുടങ്ങുകയാണ്. ചേച്ചി എവിടുന്ന? എന്തിനു വേണ്ടി കാണിക്കാൻ വന്ന? ഞാൻ മാനസത്തിന്റെ കാണിക്കാൻ വന്ന. ഡോക്ടർമാരുണ്ടോ? നോക്കൂ. ഇന്നുണ്ടെന്ന് പറഞ്ഞോ? ഒന്നുണ്ട്, ഉണ്ടായിട്ടേ ഞങ്ങൾ വന്നത്. ഏതായാലും രോഗികളെ സംബന്ധിച്ച്, പൊതുവെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയൊക്കെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം സർക്കാർ തലത്തിലുള്ള അടിയന്തര ഇടപെടൽ വേണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ജൂലൈയിലാണ് ഇത്തരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർമാർ ആദ്യമേ സമരത്തിലേക്ക് വന്നത്. അന്ന് തുടർച്ചയായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പിന്നീട് ഒരു ഇടവേള എടുക്കുകയും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുതലാണ് OP ബഹിഷ്കരണത്തിലേക്ക് കൂടി പോയിട്ടുള്ളത്. ശരി രാഹുൽ.